വെൽക്കം ടു ശ്രീമാത്സ്. എന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഏറ്റവും ചെറുത് ഏത്? 0.5 × 5 എന്ന് പറഞ്ഞാൽ 5 × 5 ആദ്യം എഴുതുക. ഇവിടെ 0.7 ഒരു സ്ഥാനം. അപ്പം നമ്മുടെ ഉത്തരത്തിൽ 0.7 ഒരു സ്ഥാനം. 25/100 അതായത് 0.25. ഇവിടെ 5 അങ്ങ് കട്ട് ചെയ്തു. 10/100 എന്ന് പറഞ്ഞാൽ 10 എഴുതിയിട്ട് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക. ഇവിടെ 5/1000 × 5/10. 5 കൂടെ ഗുണിക്കുക. 25/1000 എന്ന് പറഞ്ഞാൽ 25 എഴുതുക. 10,000 ആകുമ്പോൾ 4 സ്ഥാനം വേണം. 100 2 സ്ഥാനം. 10 ഒരു സ്ഥാനം മാറ്റി ഇടത്തോട്ട് മാറ്റി കുത്തിടുക. ഇവിടെ 100 2 സ്ഥാനം. 1000 ആണെങ്കിൽ 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക. ഇവിടെ 10,000 എന്ന് പറഞ്ഞാൽ 4 സ്ഥാനം വരണം. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് 2 0 കൂടി ഇട്ട് കൊടുക്കുന്നു. 0.0025. ഇവിടെ 2.5 ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ പൂർണ്ണസംഖ്യ വരുന്നത്. അതാണ് ഏറ്റവും വലുത് ചോദിച്ചാൽ ഇതാ എഴുതണ്ടേ. ഇവിടെ 0.25 ഉണ്ട്. ഇവിടെ 0.10 ഉണ്ട്. ഇവിടെ 0.0025 ഉണ്ട്. ഇവിടെ 0.25 നോക്കണ്ട. ഇവിടെ 0.2 സംതിങ് ഉണ്ട്. ഇവിടെ 0.10 0.0025. ഇവിടെ 0.7 ആദ്യത്തെ 2 സംഖ്യ അതാ 0.10. ഇവിടെ 0.7 ആദ്യത്തെ 2 സംഖ്യ അതാ 0.00. അതിൽ ചെറുതേതാ? ഏറ്റവും ചെറുതാ വരും 0.0025. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 0.0025 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 0.00015 ഏതുകൊണ്ട് ഹരിച്ചാലാണ് 15 കിട്ടുക? നമുക്ക് എഴുതി നോക്കാം. 0.00015 എക്സ് കൊണ്ട് ഹരിച്ചാൽ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കുന്നു. 15 കിട്ടും. അതായത് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പറ്റും. അതായത് 0.00 15 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നതാണ് എക്സ്. അപ്പൊ താഴെ മുകളിലും ഇവിടെ പോയിന്റ് പോകാൻ വേണ്ടി എത്ര ഇട്ട് ഗുണിക്കണം നോക്കാം. പോയിന്റ് കഴിഞ്ഞ് 5 സ്ഥാനമുണ്ട്. 5 സ്ഥാനം എന്ന് പറഞ്ഞാൽ 5 0 വരുന്നത് 1,00,000. അപ്പൊ 1,00,000 ഇട്ട് താഴെ മുകളിലും വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാനും ഗുണിക്കുക. 1,00,000 0. മുകളിലത്തെ പോയിന്റ് അങ്ങ് പോകും. 15/15 × 1,00,000 വരും. 15 1 15. അപ്പൊ 1/1,00,000 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1/1,00,000. തന്നിരിക്കുന്ന സംഖ്യയെ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ 15 കിട്ടുന്നു. എത്ര കൊണ്ട് എന്നുള്ളിടത്ത് നമുക്ക് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഇത് ക്രോസിന് 0.00015 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 5 സ്ഥാനം ആയതുകൊണ്ട് പോയിന്റ് പോകാൻ വേണ്ടി 5 സ്ഥാനം എന്ന് പറഞ്ഞാൽ 5 0. അതായത് 1,00,000 ഇട്ട് താഴെ മുകളിലും ഗുണിച്ചാൽ മതി. അപ്പൊ മുകളിലത്തെ പോയിന്റ് അങ്ങ് പോകും. ഈ 0.00015 1,00,000 ഇട്ട് ഗുണിക്കുമ്പോൾ 15 എന്ന് കിട്ടും. ബൈ 15 ഉണ്ട്. പിന്നെ 1,00,000 ഉണ്ട്. അപ്പൊ നമുക്ക് 15 കൂടെ കട്ട് ചെയ്യാൻ 15 1 15. 1/1,00,000 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ 1/2 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണ്? അതായത് നമുക്ക് ആ ഭിന്നസംഖ്യകൾ എഴുതാം. 1/2 1/3. അപ്പൊ അംശം 2 കൂടെ കൂട്ടി മുകളിൽ എഴുതും. 1 + 1 ബൈ ഛേദം 2 കൂടെ കൂട്ടി അടിയിൽ എഴുതും. അതായത് 1 + 1 2. ഛേദങ്ങൾ കൂട്ടി അടിയിൽ എഴുതുക. അംശങ്ങൾ കൂട്ടി മുകളിൽ എഴുതുക. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? 2/5. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അത് ഓർത്തിരിക്കുക. 4ന്റെയും 8ന്റെയും 16ന്റെയും 32ന്റെയും LCM എന്ന് പറയുന്നത് നമുക്ക് 32 വരും. അപ്പൊ നമ്മളിവിടെ മൊത്തത്തിലങ്ങ് 32 ഇടുക. പിന്നെ ചെയ്യാന് ഇവിടെ എല്ലാത്തിനെയും അങ്ങ് LCM വെച്ച് ഗുണിച്ചാൽ മതി. 1 × 32 പ്ലസ് 1/2 × രണ്ടാമത്തെ എന്ത് വരും? 1/2 × 32 1/4 × 32 1/8 × 32 1/16 × 32. പിന്നെന്താ വരിക? 1/32 × 32. ഓരോ ടൈമിനെ ഞാൻ ഗുണിച്ചിട്ട് ഇവിടെ എഴുതിയാൽ മതി. 1 × 32 പ്ലസ് ഇത് 16 വരും. 1 × 16 പ്ലസ് 4 × 8 32. 8 പ്ലസ് 8 × 4 പ്ലസ് 16 2 32. 1 × 2 പ്ലസ് 32 × 32 1. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 63 വരും. 63/32 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം.
ഇവിടെ നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ LCM 32 കിട്ടി. അപ്പൊ 32 മൊത്തത്തിൽ അങ്ങ് ഡിനോമിനേറ്ററിൽ ഇട്ടിട്ട് ഇതിനെ ഓരോന്നിനെയും 32 വെച്ച് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 1 × 32 32, 1/2 × 16 പ്ലസ് 1/4 × 32 4 8 32 പ്ലസ് 1/8 × 32 4 1/16 × 32 1 × 2 പ്ലസ് 1 1/32 × 32 ഓരോന്നും കണ്ടിട്ട് അവിടെ കൂട്ടി എഴുതിയാൽ മതി. 63/32 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 1 - 1/2 × 1 - 1/3 × 1 - 1/4 × 1 - 1/5 വില എത്ര? ഇത് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ ഈ മോഡലിലാണ് തുടക്കം 1 - 1/2 ആണ് വന്ന ഇങ്ങനത്തെ മോഡലിലാണ് വന്നെങ്കിൽ ആ ലാസ്റ്റ് ഫ്രാക്ഷനാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് ശ്രദ്ധിച്ചോളുക. തുടക്കം 1 - 1/2 ഈ മോഡലിലുമാണ് 1 - അങ്ങനെ ആ ചോദ്യം വന്നെങ്കിൽ 1 - 2 1 - 1/3 1 - 1/4 അങ്ങനെ വന്നതെങ്കിൽ ആ ലാസ്റ്റ് ഫ്രാക്ഷൻ അങ്ങ് എഴുതിയാൽ മതി. അത് ഒരു ഷോർട്ട് കട്ടാണ്, ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഈ ആദ്യത്തെ സംഖ്യ ഇപ്പൊ ഇതിന്റെ ഛേദത്തിന്റെ എല്ലാം കൂടെ LCM എന്ന് പറയുന്നത് 32 ആണ്. 32 അങ്ങനെ എഴുതുന്നു. എന്നിട്ട് ഈ ഓരോ സംഖ്യയും 32 ഇട്ട് ഗുണിക്കും. ആദ്യത്തെ 1 × 32 ഗുണിക്കുമ്പോൾ 32, 1/2 × 32 ഗുണിക്കുമ്പോൾ 16, 1/4 × 32 ഗുണിക്കുമ്പോൾ 1 × 8 8, 1/8 × 32 ഗുണിക്കുമ്പോൾ 4, 1/16 × 32 ഗുണിക്കുമ്പോൾ 16 2 32 1 × 2 2, 1/32 × 32 ഗുണിക്കുമ്പോൾ 1. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുക. 16 + 8 + 4 + 2 + 1 16 + 32 + 16 + 8 + 4 + 2 + 1 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 63/32 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ മോഡലിലാണ് ചോദ്യം വന്നെങ്കിൽ 1 - 1/2 അങ്ങനെ തുടക്കമെങ്കിൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ആവർത്തിച്ചാ വന്നെങ്കിൽ 1/3 1/2 1/3 1/4 1/5 അങ്ങനെ വന്നാൽ ലാസ്റ്റ് ഫ്രാക്ഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരം 1/5 ആണ്. അത് ഓർത്തിരിക്കുക. 1 - 1/2 - 1/2 - 1/8 ഈ രീതിയിലാണ് കണക്ക് വന്നേക്കുന്നതെങ്കിൽ 1 - 1 അതിന്റെ പകുതി, അതിന്റെയും പകുതി വരും, അതിന്റെ ഹാഫ് 1/2 ഓഫ് 1/2. ഇനി 1/4ന്റെ ഹാഫ്, അതായത് 1/2 ഓഫ് ഈ അടിയിൽ 2 4 8 എങ്ങനെയാ വരുന്നതെങ്കിൽ 2 അതിന്റെ ഇരട്ടി 4 അതിന്റെ ഇരട്ടി 8 അങ്ങനെ ഛേദം, ബാക്കിയെല്ലാം 1 1 അങ്ങനെയാ വരുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഫ്രാക്ഷൻ അങ്ങ് എഴുതിയാൽ മതി. അതാണ് ഉത്തരം. ഇവിടെ 1 - 1/2 - 1/4 - 1/8 ഇവിടെ 2 2ന്റെ ഇരട്ടി 4 4ന്റെ ഇരട്ടി 8 8ന്റെ ഇരട്ടി 16 16ന്റെ ഇരട്ടി 32 അങ്ങനെ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫ്രാക്ഷൻ അങ്ങ് എഴുതിയാൽ മതി. അതാണ് ഉത്തരം. 1 - 1/2 - 1/4 - 1/8 - 1/16 - 1/32 2ന്റെ ഇരട്ടി 4 4ന്റെ ഇരട്ടി 8 8ന്റെ ഇരട്ടി 16 16ന്റെ ഇരട്ടി 32 അങ്ങനെ വരികയാണെങ്കിൽ ആ ലാസ്റ്റ് ഫ്രാക്ഷൻ അങ്ങ് എഴുതിയാൽ മതി. അതാണ് ശരി ഉത്തരം. ഇവിടെ 1 - 1/2 - 1/4 - 1/8 - 1/16 2 2ന്റെ ഇരട്ടി 4 4ന്റെ ഇരട്ടി 8 8ന്റെ ഇരട്ടി 16 16ന്റെ ഇരട്ടി 32 32ന്റെ ഇരട്ടി 64 അങ്ങനെ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫ്രാക്ഷൻ അങ്ങ് എഴുതിയാൽ മതി. അതാണ് ഉത്തരം. ഇങ്ങനെ -5 - 1 × 25 - 2 × 25 - 3 എക്സെട്ര 25 - 50ന്റെ വില കാണും. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വന്ന് ഇടയ്ക്കൊരു ടേം വരും 25 - 25 അത് 0ആണ്. അതുകൊണ്ട് ഇതിന്റെ മൊത്തത്തിലുള്ള വില ഗുണിക്കുമ്പോൾ 0 ആയി പോകും. അതുപോലെ തന്നെയാണ് ഇത് x - a × x - b × x - c എക്സെട്ര ഇതിന്റെ ഇടയ്ക്കൊരു ടേം വരും x - x. അപ്പോൾ ഈ ഗുണനഫലം മൊത്തം അങ്ങ് 0 ആയി പോകും. അത് ഓർക്കുക. m - a × m - b × എക്സെട്ര m - z. m - m എന്നൊരു ടേം വരും ഇങ്ങനെ അക്ഷരമേലക്രമത്തിൽ വരുമ്പോൾ അത് 0 ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത് എന്തുവാകും? 0 ആകും. അത് ഓർത്തിരിക്കുക. ഇവിടെ 89 × 108 × 124/11 ശിഷ്ടം എത്ര? ഇവിടെ ഓരോന്നിനെയും ഇതിന് എളുപ്പം വഴി പറയാം. ഇവിടെ ഓരോന്നിനെയും 11 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം 11 8 88 ശിഷ്ടം 1
11 9 99 ശിഷ്ടം 9 99 9 108 11 11 121 ശിഷ്ടം 3. ഇനി ഈ ശിഷ്ടങ്ങൾ എത്രയൊക്കെയാണ് വന്നത്? 1 9 3 ഇത് 3 കൂടെ ഗുണിക്കുക 27. ഈ 27നെ നമ്മൾ ഈ തന്നിരിക്കുന്ന എത്ര കൊണ്ട് ഹരിക്കുമ്പോൾ 11 കൊണ്ട് ഹരിക്കുക. വന്ന ശിഷ്ടമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. അതായത് 11 കൊണ്ട് 89നെ ഹരിക്കുമ്പോൾ 11 8 88 ശിഷ്ടം 1. 11 9 99 9 108 ശിഷ്ടം ഇവിടെ 9. 11 11 121 ശിഷ്ടം 3. ഈ ശിഷ്ടങ്ങളെല്ലാം കൂടെ ഗുണിക്കുക 1 9 3 കൂടെ 27. 27നെ 11 കൊണ്ട് ഹരിക്കുക. അതായത് ശിഷ്ടം വരുന്ന ആ ശിഷ്ടമാണ് നമുക്ക് ഈ വലിയ സംഖ്യ ഗുണിക്കുമ്പോൾ കിട്ടുന്ന 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഇനി ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടി 11 സാധനത്തിന്റെ മുടക്ക് മുതൽ. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതേ മോഡലിലുള്ള കണക്ക് വന്നു കഴിഞ്ഞാൽ ലാഭശതമാനം കാണാൻ എത്ര ഇതിന്റെ മുടക്കും ആകെ ഉള്ളതിൽ ആകെ എത്ര എണ്ണം വിറ്റപ്പോഴാ 11ന്റെ കിട്ടിയത്? എത്ര സാധനങ്ങളുടെ മുടക്ക് മുതലാണ്? 11. അപ്പൊ 11 ഡിവൈഡഡ് ബൈ വിറ്റ ഇതിന്റെ എണ്ണം ഗുണം 100. അതായത് എല്ലാം 100/4 25% വരും. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് ഇങ്ങനെ വരുമ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട 44 ഇതേ മോഡലുള്ള ഏത് കണക്ക് വന്നാലും അങ്ങനെ ചെയ്താൽ മതി. 44 സാധനങ്ങൾ വിറ്റപ്പോൾ 11 സാധനം മുടക്ക് മുതൽ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ മുതലാണ് ലാഭം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര? ഇവിടെ ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ 11 സാധനങ്ങളുടെ വിറ്റ വില ലാഭമായിട്ട് കിട്ടിയാൽ ഇതേ മോഡലിലുള്ള ചോദ്യം ചോദിച്ചാൽ ഒരേ ഇനത്തിലുള്ള എക്സ് സാധനങ്ങൾ വിറ്റപ്പോൾ വൈ സാധനങ്ങളുടെ വില ലാഭമായി ലഭിച്ചു. അങ്ങനെ ആ മോഡലിൽ വന്നാൽ നമുക്ക് ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ വിറ്റതിൻ്റെ എണ്ണത്തിൽ എത്ര എണ്ണത്തിന്റെ മുടക്ക് മുതൽ ലാഭമായിട്ട് കിട്ടിയത് ഗുണം 100. 11 4 100/4 25%. അത് ഓർത്തിരുന്നാൽ മതി ആ ഫോർമുല. ഒരു സമാന്തര ശ്രേണി ഒരു എ പി ആണ്. 5 5 10 10 5 15. അതായത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇത് കുറച്ചാൽ മതി. 10 5 കുറയ്ക്കുക അല്ലെ 15 5 കുറയ്ക്കുക. ഡി എന്ന് പറയുന്നത് 5 വരും. 5 5 വീതം കൂട്ടിയ പൊതുവ്യത്യാസം 5. അതായത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ 20 പദങ്ങളുടെ ചോദിച്ചെങ്കിൽ അതിൻ്റെ സ്ക്വയർ അങ്ങ് കാണുക. ഈ പൊതുവ്യത്യാസം കൂടെ ഗുണിക്കുക. അതായത് 400 ഗുണം 5 അതാണ് ഉത്തരം. അതായത് അടുത്തത് വേറെ ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം. 1 3 8 13 എക്സെട്ര എന്ന എ പിയുടെ ആദ്യത്തെ 50 പദങ്ങളുടെ തുകയും തൊട്ടടുത്ത 50 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈ മെത്തേഡിൽ അങ്ങ് ചെയ്താൽ മതി. 50 സ്ക്വയർ ഇൻറ്റു പൊതുവ്യത്യാസം ഇവിടെ എത്ര? 3 5 8 8 5 13 5. അതായത് 50ന്റെ സ്ക്വയർ നമുക്കറിയാം 2500 ഗുണം 5. അതായത് 25 5 125 12500 കിട്ടും. ഈ മോഡലിലുള്ള കണക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഒരു എ പിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും തൊട്ടടുത്ത അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ 10 സ്ക്വയർ ഇൻറ്റു പൊതുവ്യത്യാസം ഇട്ട് ഗുണിച്ചാൽ മതി. പൊതുവ്യത്യാസം എന്ന് പറയാൻ എത്ര വീതമാണ് കൂട്ടി എഴുതിയേക്കുന്നത്? രണ്ടാമത്തെ ടൈമിൽ ആദ്യത്തെ ടൈം കുറയ്ക്കുക. നമുക്ക് ഡി കിട്ടും. അതായത് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കുമെന്നറിയാൻ വേണ്ടി സിമ്പിളാണ്. ഈ രണ്ടും കൂടെ ഗുണിച്ചിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. 20 12 കുറയ്ക്കുക. അതായത് 240/8 30 വരും ബി ഒറ്റയ്ക്ക്. ഇതേ മോഡലിലുള്ള കണക്ക് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. രണ്ടും കൂടെ ഗുണിച്ചിട്ട് വ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. എ ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി 12 ദിവസം കൊണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. 20 12 കുറയ്ക്കുക. അതായത് രണ്ടും കൂടെ ഗുണിക്കുക. 20 ഗുണം 12 240 വ്യത്യാസം കൊണ്ട് ഹരിക്കുക 30. ഇതേ മോഡലിലുള്ള കണക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഉൾപ്പെടെ ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.